കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിൽ നിന്ന് 20 പവൻ സ്വർണ്ണ ഉരുപ്പടികൾ മോഷണം പോയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പ്രതി വിനോദൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടും പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രതിയെക്കുറിച്ച് പോലീസിന് യാതൊരു വിവരവുമില്ല. ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച 20 പവൻ സ്വർണം മോഷണം പോയെന്ന വിവരം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ്. എന്നാൽ പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പകൽ പോലെ വ്യക്തമാണ് ആരാണ് പ്രതിയെന്നും എന്താണ് സംഭവിച്ചതെന്നും. എന്നിട്ടും പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ നിന്ന് 20 പവൻ സ്വർണം കാണാതായിട്ട് വർഷങ്ങളായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിവാദമായതോടെയാണ് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവുമായി മുങ്ങിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി വിനോദിനെതിരെ ബാലുശ്ശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിനോദനെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാൻ പോലീസിനായിട്ടില്ല. വിനോദൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതി വരെ ജാമ്യം റദ്ദാക്കിയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസ് സെൽ സറണ്ടർ ആകാനാണ് കോടതി ഉത്തരവ് എന്നാണ്. മുൻകൂർ ജാമ്യം തള്ളിയിട്ട് പോലീസ് കീഴടങ്ങാനാണ് പറഞ്ഞതെന്ന് പറയുന്നത് കേട്ട്. എന്നാൽ ഈ ഭക്തന്മാർ അത്രയും മനസ്സറിഞ്ഞ് കാണിക്കുക സമർപ്പിച്ച സ്വർണ്ണമാണ്. അത് നഷ്ടപ്പെട്ടത് കൊണ്ട് ഭക്തന്മാർക്ക് ഈ ഉത്സവത്തിന് വരെ വല്ലാത്തൊരു വിഷമമായി മാറിയിട്ടുണ്ട്. ഇത്രയും ദിവസം പോലീസ് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്താ വെച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ പല ഭാഗത്ത് തന്നെയായിട്ട് മഫ്റ്റിയിൽ ഏതാമറ പല ഭാഗങ്ങളിലും പോലീസ് കറങ്ങുന്നുണ്ട്. എല്ലാ ബൈക്കും ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പ്രതിനെ ഇതുവരെ കിട്ടിയില്ല. ആ സ്വർണവും ഇവിടെ കിട്ടിയിട്ടില്ല. അധികാരം ദുരുപയോഗം ചെയ്ത് സ്വത്ത് കൈക്കലാക്കൽ, വഞ്ചനാ കുറ്റം എന്നിവയാണ് വിനോദിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 10 വർഷം തടവ് ലഭിക്കാവുന്ന വകുപ്പാണിത്. സ്വർണം തിരിച്ചേൽപ്പിക്കുമെന്ന് പറഞ്ഞ് ടി വിനോദൻ ക്ഷേത്ര ഭാരവാഹികളെ പറ്റിച്ചത് 2 തവണയാണ്. ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ടി വിനോദനെ പിന്നെ ആരും കണ്ടതുമില്ല. സംഗതി പുലിവാലായെന്ന് അറിഞ്ഞതോടെ മൊബൈൽ ഫോണും ഓഫായി. ആ ഫോണും പിന്നീട് ഓണായിട്ടില്ല. 3 വർഷത്തിനുള്ളിൽ 4 എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ് മാറി മാറി വന്നത്. വിനോദിന് ശേഷം സജീവൻ, ഹരിദാസൻ എന്നിവർ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി വന്നപ്പോഴും സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തി നോട്ടീസ് അയച്ചിരുന്നു. നിലവിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായ ദിനേശൻ നോട്ടീസ് അയച്ചപ്പോൾ തിരിച്ചേൽപ്പിക്കാമെന്നായിരുന്നു മറുപടി. ആ മറുപടിയിലായിരുന്നു ക്ഷേത്ര ഭാരവാഹികളുടെ പ്രതീക്ഷ. ഇയാൾ എവിടെയാണുള്ളതെന്ന് വീട്ടുകാർക്ക് ഒന്നും അറിയുന്നില്ല എന്നിപ്പം ഞങ്ങൾ അറിയുന്നത്. അവിടെ എവിടെയും വന്നതായിട്ട് ഞങ്ങൾക്ക് അറിവും കിട്ടിയില്ല. നാട്ടിലെവിടെയും വന്നിക്കെങ്കിൽ ഞങ്ങൾ അറിയും. പല ആൾക്കാരും ഇയാളെ അറിയുന്നല്ലോ. പക്ഷേ അയാൾ വേറെ എവിടെയാണ് ഉള്ളതെന്നുള്ളപ്പോൾ അത് പോലീസിന് തന്നെ നല്ലോണം അന്വേഷിച്ചാൽ തന്നെ ഞങ്ങൾ കിട്ടുക. വീട്ടിൽ പോയി നോക്കിയിട്ടുണ്ട്. കുറേ പ്രാവശ്യം പോലീസ് പോയിട്ടുണ്ട് അവിടെ പറഞ്ഞു. പക്ഷെ വീട് അടച്ചിട്ടാണ് പറഞ്ഞു. വീട്ടിൽ ഇപ്പോൾ ആരും ഇല്ലാന്ന് പറഞ്ഞു. വിനോദിന് വേണ്ടി കേരളത്തിന് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ സാധിക്കാത്തതിൽ പോലീസിനെതിരെ ആക്ഷേപമുയരുന്നുണ്ട്. 20 പവൻ സ്വർണത്തിന് ഇന്ന് 22 ലക്ഷത്തിലധികം രൂപ വരും. മോഷ്ടിച്ച സ്വർണം എവിടെയുണ്ട്? എന്ത് ചെയ്തു? ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? ഇതൊക്കെ അറിയണമെങ്കിൽ പ്രതിയെ പിടികൂടണം. പ്രതിയെ പോലീസ് പിടികൂടിയേ പറ്റും. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.